ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിലവിൽ സ്വർണ്ണ പാളികളിൽ നിന്ന് ഒപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം പോയ കാര്യമാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. അതിൽ ചില അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. കൊടിമര പുനഃപ്രതിഷ്ഠാ കേസിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയിരിക്കുകയാണ് വിജിലൻസ്. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, സുരേഷ് കുമാർ എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. നാണയങ്ങളായി സ്വർണം നൽകിയെന്ന് ഇവർ സ്ഥിരീകരിച്ചു. സ്വർണത്തിന്റെ കണക്കും അറിയിച്ചതായുള്ള സൂചനയുണ്ട്. മൊഴി നൽകാൻ തയ്യാറെന്ന് മോഹൻലാലും സുരേഷ് ഗോപിയും അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ താരങ്ങളുടെ മൊഴി ഈ ആഴ്ച രേഖപ്പെടുത്തും. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകളുടെ മൊഴി കൂടി രേഖപ്പെടുത്തുകയാണ് കൊടിമര പുനഃപ്രതിഷ്ഠാ കേസിൽ. ഇതിൽ പ്രധാനമായും ഈ ആളുകളൊക്കെ ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട് സംഭാവനകൾ നൽകിയ ആളുകളാണ്, സ്പോൺസർമാരായ ആളുകളാണ്. അപ്പോൾ അവരിലേക്ക് കൂടിയാണ് മൊഴിയെടുക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ വിജിലൻസിന് കിട്ടിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഇനി ആരുടെയൊക്കെ മൊഴി ഭാവിയിൽ രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് വിജിൻ? ജിൽസി, നേരത്തെ തന്നെ അതായത് കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഈ കൂടുതൽ ആളുകൾ സ്പോൺസർമാരായി എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. നിലവിൽ ഈ അഭിഭാഷക കമ്മീഷണറായിരുന്ന ആൾ ഇത്തരം സ്വർണ്ണങ്ങൾ ഉൾപ്പെടെ സ്വീകരിക്കുകയും അത് ആരാണ് നൽകിയതോ എന്നോ തൂക്കമോ വ്യക്തമാക്കാതെയാണ് ഈ മഹസറിൽ രേഖപ്പെടുത്തിയത് എന്നതൊക്കെയുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അത് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഭാഗമായാണ് അന്വേഷണത്തിലേക്ക് പോകാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിലാണ് കൂടുതൽ സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ സ്വർണം നൽകി എന്നുള്ള വിവരങ്ങൾ അന്ന് തന്നെ ലഭ്യമായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ രഞ്ജി പണിക്കരെയും ഷാജി കൈലാസിനെയും ഒപ്പം തന്നെ സുരേഷ് കുമാറിനെയും ഇപ്പോൾ മൊഴി രേഖപ്പെടുത്താനായി വിളിച്ചു വരുത്തുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. കൂടുതൽ സിനിമാ മേഖലയിലുള്ള ആളുകൾ ഇങ്ങനെ സ്വർണം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് എന്തായാലും പുറത്തു വന്നത്. ഒപ്പം തന്നെ സുരേഷ് ഗോപി, മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരും ഇക്കാര്യത്തിൽ സ്വർണം നൽകിയിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അക്കാര്യം മൊഴി നൽകാൻ ആവശ്യപ്പെട്ട് വിജിലൻസ് സംഘം സമീപിച്ചപ്പോഴും അവർ മൊഴി നൽകാൻ തങ്ങൾ തയ്യാറാണ് എന്ന് അറിയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്താനുള്ള നിർദ്ദേശമാണ് നിലവിൽ എന്തായാലും ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. സ്വർണ്ണ നാണയങ്ങളായിട്ടാണ് സ്വർണം ശബരിമലയിൽ നൽകിയത് എന്നുള്ള മൊഴിയാണ് നിലവിൽ 3 പേരും നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റ് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയത് ഈ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് താൻ സ്വർണം നൽകിയിട്ടുണ്ട്, സ്പോൺസറായി എത്തിയിട്ടുണ്ടെന്ന കാര്യം സ്ഥിരീകരിച്ചിരുന്നു. അവരും ഇത്തരത്തിൽ തന്നെയാണ് സ്വർണം നൽകിയത് എന്നുള്ളതാണ് വിവരം. ഇനി അറിയേണ്ടത് ഇക്കാര്യത്തിൽ എത്ര സ്വർണം അങ്ങനെ കൊടിമരം പുനഃപ്രതിഷ്ഠയ്ക്കായി അവിടെ കിട്ടിയിട്ടുണ്ട്, അത് എങ്ങനെയൊക്കെ ചെലവഴിച്ചിട്ടുണ്ട്, ബാക്കി വന്ന സ്വർണം എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെയുള്ള വ്യക്തതയാണ് ഇനി വിജിലൻസിന് വരുത്തേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, ഈ നിലവിലിപ്പോൾ മഹസറിൽ രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ബാക്കി വന്ന സ്വർണം പൂശിയ ശേഷം ബാക്കി വന്ന സ്വർണം എന്ത് ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ടും ഉള്ള വിഷയത്തിലാണ് ഇപ്പോഴും ഒരു ക്രമക്കേട് നടന്നതായുള്ള സൂചനകൾ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നിലവിൽ നടത്തുന്നത്. നിലവിലെ അന്ന് നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ ഏത് തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ടു, ഏതെങ്കിലും തരത്തിൽ സ്വർണം മാറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള വ്യക്തതയാണ് എന്തായാലും വരേണ്ടത്. ആ ഘട്ടത്തിൽ തന്നെ സിനിമാ മേഖലയിലുള്ള പ്രവർത്തകർ ഉൾപ്പെടെ ഈ സ്വർണം നൽകിയിട്ടുണ്ട് എന്ന് മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ ഇത്ര ഗ്രാം എന്ന് രേഖപ്പെടുത്താതെ ഒരു ഭക്തൻ സ്വർണം നൽകി എന്നുള്ള തരത്തിലുള്ള രേഖകൾ ഒക്കെയാണ് മഹസറിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പേര് വിവരങ്ങൾ എന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ല, സ്വർണത്തിന്റെ തൂക്കം എന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ല എന്നുള്ളതൊക്കെയാണ് ഈ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന സൂചനയിലേക്ക് നയിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇക്കാര്യത്തിൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് സിനിമാ മേഖലയിലെ മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ സ്വർണം നൽകി എന്നുള്ള വിവരങ്ങളും ഒപ്പം തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ 3 പേരെ മൊഴി രേഖപ്പെടുത്തുകയും ബാക്കിയുള്ളവരുടെ മൊഴി മോഹൻലാലിന്റെയും ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെയും മൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് അവർ അക്കാര്യത്തിൽ സമ്മതം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്.